ഭർത്താക്കന്മാർ ഈ ഒരു 5ന്റെ പൈസ ഭാര്യമാർക്ക് ചെലവ് കൊടുക്കണ്ട. അത്രയ്ക്കങ്ങൾ ആഘോഷിക്കേണ്ട എല്ലാ ഭാര്യമാർക്കും അല്ല, ചില പ്രത്യേകതരം ഭാര്യമാർക്ക്. വിവാഹ ജീവിതം ഇരിക്കുമ്പോഴും മറ്റു പല പുരുഷന്മാരുമായിട്ടുള്ള ചില കുൽസിത പ്രവൃത്തികൾ നടത്തുന്ന ഭാര്യമാരില്ലേ, അവർക്ക് ചെലവിന് കൊടുക്കണ്ടെന്നാണ് അണ്ണൻ പറഞ്ഞത്. അണ്ണ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ടോണ്ട് നമ്മൾ കോടതിയിലോട്ട് ചെല്ലും, എടുത്ത് തള്ളിത്തരും എല്ലാം കൂടെ. ഇവിടെ ഞാൻ പറഞ്ഞല്ലടാ, ഇത് കോടതി പറഞ്ഞത്. പിന്നെ കോടതി, യാത് കോടതി? മജിസ്ട്രേറ്റ് കോടതിയോ, അതോ ജില്ലാ കോടതിയോ, അതോ കുടുംബ കോടതിയോ, ഇതും പോട്ട് ഹൈക്കോടതിയാ? യാത് കോടതി പറഞ്ഞാലും അതിന്റെ അപ്പുറത്തെ കോടതി പോയി അപ്പീലും ഫയൽ ചെയ്ത് പെണ്ണുങ്ങൾക്ക് അനുകൂല ഓർഡറുകൾ മാറ്റിക്കൊണ്ട് വരും. പിന്നെ സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ നീ യാത് കോടതി പോയി അപ്പീൽ ഫയൽ ചെയ്യും? ഗ്രാമ ന്യായാലയ കോടതി എന്നാ ഉള്ളത്. ഇനി ചുമ്മാ കള്ളം പറയാതെ. ഞാൻ തന്നെ നിന്റെ അടുക്ക കള്ളം പറയണം? മുടിപ്പൊരു അമ്മച്ചാണ് സത്യം. ഓ എന്നാ പിന്നെ അണ്ണൻ വിശദമായിട്ട് പറയണ. ആരി, എന്തരി, എപ്പരി, എങ്ങനെ? സംഭവം അങ്ങ് നടക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഭാര്യ ചെലവിന് കിട്ടാൻ വേണ്ടിയിട്ട് പെറ്റീഷൻ ഇട്ട്. ഇതിന്റെ നോട്ടീസ് കിട്ടി ഓടിക്കൊണ്ടുവന്ന് ഭർത്താവ് ബോംബ് അങ്ങിട്ട്. ചുമ്മാ അറിയണ, കോടതി കയറി ബോംബ് ഇട്ടെന്ന. ഇവിടെ ബോംബെന്ന് പറഞ്ഞ തെളിവ്. അങ്ങനെ ഭർത്താവ് ഭാര്യയ്ക്ക് വേറൊരുത്തിനുമായിട്ടുള്ള മറ്റേ കുൽസിത പ്രവൃത്തികളുടെ 90 വീഡിയോസും 237 ഫോട്ടോസും ഹാജരാക്കി. പക്ഷെ കോടതി തെളിവൊന്നും സ്വീകരിച്ചില്ല. വിട്ടോളം പറഞ്ഞു. അങ്ങനെ കോടതി അങ്ങനെ പറഞ്ഞത് അത് ഇത്തിരി കണ്ണന്തിരിവായി പോയി ഏട്ടാ. കോടതി പറഞ്ഞാലും കാര്യമുണ്ടടാ. ഇത് ഇന്ത്യൻ മെയിൻ്റനൻസിന്റെ പെറ്റീഷന്റെ ഹിയറിംഗ് ആണ് കേട്ടത്. ഇന്ത്യൻ മെയിൻ്റനൻസാ എന്ന് വെച്ചാൽ തരും. പച്ച മലയാളത്തിൽ പറയാം, ഇടക്കാല ഉത്തരവ്. ഈ കേസ് തീർന്നവരെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ചെലവിന് കിട്ടണം. അതാണ് സിറ്റുവേഷൻ. മജിസ്ട്രേറ്റ് കോടതിയുടെ ഓർഡർ ഹൈക്കോടതിയും ശരിവെച്ച്. പിന്നെ അവൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വിട്ടു. എവിടെ? ഡൽഹിയിലോട്ട്. അവിടുത്തെ സുപ്രീം കോടതിയിൽ പോയി യവ അപ്പീൽ കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞു, പ്രഥമ ദൃഷ്ടിയ അവിഹിതം ഉണ്ടെന്ന് തെളിയിക്കാൻ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ധാരാളം മതി. അത് ഉള്ളതാണോ ഫേക്കാണോ AI ആണോ എന്നൊക്കെ അവസാനം കോടതിയുടെ തെളിവെടുപ്പ് സമയത്ത് നോക്കിയാൽ മതി. അതുകൊണ്ട് തെളിവെടുത്ത് തീരുമാനിക്കുന്നത് വരെ ചെലവിന് കൊടുക്കണ്ട എന്ന് സുപ്രീം കോടതി തീർത്തു പറഞ്ഞു. അണ്ണാ അപ്പൊ ഒരു സംശയം, ഇവൻ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എവിടെ നിന്ന് കിട്ടി? അതിനല്ലേ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികൾ ഇരിക്കുന്നത്. അണ്ണാ അതൊക്കെ പ്രൈവറ്റുകളല്ലേ. പ്രൈവറ്റുകാരന്മാർ കൊണ്ടുവരുന്ന തെളിവുകളൊക്കെ കോടതി കാര്യമായിട്ട് എടുക്കും. പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും ഏജൻസി വഴിയായാലും നേരിട്ടായാലും ഫോട്ടോസും വീഡിയോസൊക്കെ കൊടുക്കേണ്ട രീതിയിൽ തെളിവ് നിയമപ്രകാരം കൊടുത്താൽ കോടതി എടുക്കും. അതാണ് പുതിയ സുപ്രീം കോടതി വിധി. കേട്ടിട്ടില്ലേ? വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പോലും ആവൂലെന്ന്.